ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം വ്യാപിക്കുമ്പോൾ ഇറാൻ നേതൃത്വത്തിനെതിരെ ഒരുമിക്കുകയാണ് വിവിധ ലോകരാജ്യങ്ങൾ. ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അലി ഖമനേയി ഭരണത്തിനെതിരെ രംഗത്തെത്തി. തുടർച്ചയായ 5ാം ദിവസവും രാജ്യത്ത് ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുകയാണ്. വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റാർലിങ്കിന്റെ ഡിഷുകളും പോലീസ് കണ്ടുകെട്ടുന്നു. പ്രക്ഷോഭത്തിനിറങ്ങി നിരവധി പേർ ഇതുവരെ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. അഭിലാഷ്, പ്രക്ഷോഭകരെ തൊട്ടാൽ ഞങ്ങൾ ഇറങ്ങുമെന്ന് നേരത്തെ തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ ഇപ്പോഴിതാ വിവിധ ലോകരാജ്യങ്ങളടക്കം സംഘടിക്കുകയാണ് ഇറാനെതിരെ. ഇനി എന്ത് പ്രതീക്ഷിക്കണം? ഭവ്യ, ഇപ്പോൾ നേപ്പാളിലും ബംഗ്ലാദേശിലും എന്ത് കണ്ടോ അത് തന്നെയാണ് ഇറാനിലും സംഭവിക്കുക എന്നുള്ളൊരു പ്രതീതിയാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ്. അവിടെ 37 പ്രവിശ്യകളിലായിട്ട് 100ഓളം നഗരങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അലി ഖമനേയി ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നുള്ളതിലുപരി അലി ഖമനേയിയെ വധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭകാരികളുടെ മുദ്രാവാക്യമായി ഉയർത്തുന്നത്. അവിടെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിനായിട്ടാണ്, അതല്ലെങ്കിൽ പ്രക്ഷോഭകാരികളെ അടിച്ചൊതുക്കുന്നതിന് അല്ലെങ്കിൽ വെടിവെച്ച് വീഴ്ത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇന്റർനെറ്റ് കണക്ഷനുകൾ വിച്ഛേദിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു ഡോക്ടർ തന്നെ ഇക്കാര്യം പറഞ്ഞതാണ്. ഒരു ദിവസം മാത്രം 200ഓളം ആളുകളുടെ മൃതദേഹങ്ങളാണ് ആശുപത്രിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. പോലീസിന്റെ വെടിയേറ്റാണ് ഈ പ്രക്ഷോഭകാരികളിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. നേരത്തെ നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നതാണ് ഈ പ്രക്ഷോഭകാരികൾക്കെതിരെ അല്ലെങ്കിൽ സമരം ചെയ്യുന്ന ആളുകൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പോലീസിന്റെ നടപടികൾ ഉണ്ടായാൽ ശക്തമായ രീതിയിൽ അമേരിക്ക പ്രതികരിക്കും, തിരിച്ചടിക്കും എന്നുള്ള കാര്യം നേരത്തെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നതാണ്. ആ സമയത്തൊക്കെ അമേരിക്കയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വലിയ വാക്കുകളിൽ ഇറാൻ ഭരണകൂടം തിരിച്ചടിച്ചെങ്കിലും ഇറാനിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്നൊരു ആക്രമണം ഉണ്ടായാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്നൊക്കെ ആദ്യത്തെ സമയങ്ങളിൽ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ പക്ഷേ ഇറാൻ ഭരണകൂടം ഒരല്പം അയഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അബ്ബാസ് അറാഖ്ചി ഇറാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം അമേരിക്കയുടെ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫുമായിട്ട് ഇപ്പോൾ ചർച്ചകൾ നടത്തി വരുന്നു. ഈ ഒരു പ്രക്ഷോഭത്തിൽ അമേരിക്ക ഇടപെടരുന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ സമരക്കാർക്ക് നൽകുന്ന പിന്തുണ പിൻവലിക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളെല്ലാം ഇപ്പോൾ അബ്ബാസ് അറാഖ്ചി ഇറാന് വേണ്ടി അമേരിക്കയോട് അഭ്യർത്ഥിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അപ്പോഴും പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായാൽ ഇറാൻ കൈയും കെട്ടി നോക്കി നിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ പോലും ഒരു സമവായത്തിൻ്റെ നീക്കത്തിലേക്ക് ഇറാൻ എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. കഴിഞ്ഞ 5 ദിവസമായി അവിടെ ഇന്റർനെറ്റ് ഇല്ല. മാത്രമല്ല, ഇന്റർനെറ്റ് ഇല്ലാത്തപ്പോൾ പോലും ഈ രാജ്യത്ത് നടക്കുന്ന പല സംഭവങ്ങളും പുറം ലോകം അറിയുന്നുണ്ടെന്നുള്ള വിവരം റിപ്പോർട്ടുകൾ ഇറാനിൽ വന്നതോടുകൂടി തന്നെ അവിടെ സ്റ്റാർലിങ്കിൻ്റെ ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കിൻ്റെ ഡിഷുകൾ വച്ചിരിക്കുന്ന വീടുകളിൽ പോലീസ് എത്തുകയും ആ ഡിഷുകളെല്ലാം കണ്ടുകെട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാർലിങ്ക് ഉപയോഗിച്ച് ആളുകൾ ആശയവിനിമയം പുറം ലോകവുമായി നടത്തുന്നുണ്ട്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന വിവരങ്ങൾ അത് പുറത്തെത്തിക്കുന്നു എന്നുള്ള സംശയം ഇറാന്റെ ഭരണകൂടത്തിനും അവിടുത്തെ പോലീസിനുമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ സ്റ്റാർലിങ്കിന്റെ ഡിഷുകൾ അവിടുന്ന് പോലീസ് കണ്ടുകെട്ടുന്ന ഒരു സാഹചര്യമുള്ളത്. മാത്രമല്ല, ഇപ്പോൾ നേരത്തെ അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ പലതും ഇപ്പോൾ നേരത്തെ തന്നെ ഇറാനെതിരെ രംഗത്ത് വന്നെങ്കിൽ ഇപ്പോൾ ജർമ്മനിയുടെ ചാൻസലറായിട്ടുള്ള ഫ്രെഡറിക് റെയ്സ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇറാനിൽ നടക്കുന്നത് ആളുകളെ കൊല്ലുന്ന പരിപാടിയാണ്. അവിടുത്തെ സർക്കാർ പ്രക്ഷോഭകാരികൾക്കെതിരെ, സമരക്കാർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം ജർമ്മനി പറയുന്നുണ്ട്. അതുപോലെ UN-ഉം ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന സംഭവങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി രംഗത്തെത്തി. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാനിലെ സമാധാന നൊബേൽ ജേതാവായിട്ടുള്ള മലാല യൂസഫ്സായിയും സമരക്കാർക്ക് തൻ്റെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ഇറാനിലെ സമരക്കാർക്ക് അനുകൂലമായാണ് താൻ നിലപാടെടുക്കുന്നത്. സമരക്കാരുടെ ആവശ്യങ്ങൾ ന്യായമാണ്. ഈ സമരക്കാരിൽ സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിനെതിരെ ഉള്ള സമരത്തിന് താൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്ന് മലാല യൂസഫ്സായിയും പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതായത് ലോക രാജ്യങ്ങളിൽ ഒരു വലിയ വിഭാഗവും ഇറാനെതിരെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇറാന്റെ ഭരണകൂടത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളതാണ് ലോകം കാത്തിരിക്കുന്നത്. അമേരിക്ക സംഭവിക്കുമെന്നാണ് ലോകം കാത്തിരിക്കുന്നത്. അലി ഖമനേയി ഭരണകൂടത്തിന് താഴെ ഇറങ്ങേണ്ടി വരുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം.